മലപ്പുറത്ത് H1N1 ബാധിച്ച് മരണം. പൊന്നാനി സ്വദേശിയാണ് മരിച്ചത്. തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. വിശദാംശങ്ങളുമായി സോണൽ കൃഷ്ണ ചേരുകയാണ്. സോണൽ, 47-കാരിയായ പൊന്നാനി സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത്. മറ്റു വിവരങ്ങളും KP ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം H1N1 ബാധിച്ച് മലപ്പുറത്ത് ഒരു യുവതി മരണപ്പെട്ടിരിക്കുന്നു. പൊന്നാനി സ്വദേശിയായിട്ടുള്ള സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്. 47 വയസ്സ് മാത്രമാണ് പ്രായം എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നുണ്ടായാലും തൃശൂർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പൊക്കെ ജാഗ്രതാ നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കാൻ വേണ്ട നടപടികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന ഒരു വിശദീകരണം. സോണൽ പറഞ്ഞതുപോലെ തന്നെ H1N1 ബാധ, ഒപ്പം മലമ്പനി ബാധിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം എത്രത്തോളം ജാഗ്രതയിലാണ്, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് ഈ മഴ ശക്തമാകുന്ന ഒരു സാഹചര്യം, ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പനികളൊക്കെ മലമ്പനിയും H1N1 ഒക്കെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ഇത് പകരാനുള്ളൊരു സാധ്യത, അത് തടയിടാനുള്ള എന്തൊക്കെ പ്രതിരോധ നടപടികളാണ് ഊർജിതമായി മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും മലമ്പനി ഉൾപ്പെടെ മലപ്പുറം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പൊന്നാനി നഗരസഭയുടെ പരിധിയിലാണ് അതെല്ലാം ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള കാര്യം. ഇവിടെയൊക്കെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക ജനങ്ങൾക്കിടയിലുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഈ കഴിഞ്ഞ ദിവസം, അതായത് 5-ാം വാർഡിലാണ് ആദ്യമായി ഈ മലമ്പനി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇത് പിന്നീട് പകർന്നിട്ടില്ല, അല്ലാതെ പരക്കെ ഒരു വ്യാപനം നടന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. 1200ഓളം പേരെ ടെസ്റ്റ് ചെയ്തതിൽ നിന്ന് 2 പോസിറ്റീവ് കേസുകളാണ് ഉണ്ടായത് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്ന വിവരങ്ങൾ. എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതും ആരോഗ്യവകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശം. KP